ഹായ് സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ പേരൂരിൽ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്താണ് കേട്ടോ. ഇവിടെ വിയ്യൂര് ദേശത്ത് നെല്ലുവായ് തറവാട്ടിലെ കളമ്പാട്ട് നടക്കണം. അവിടുത്തെ കുറച്ച് രസകരമായ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം.
ചക്കകട്ടില്ല മാങ്ങ കട്ടില്ല ഉറുമുറിച്ച് വിറ്റ കള്ളം ഞാനല്ല അച്ഛന്റെ ഭാരപാത്രങ്ങളൊന്നും ഞാൻ തട്ടിപ്പറിച്ചില്ല. പിന്നെ എന്തിനെ കൊണ്ട് അച്ഛനെന്നെ കട്ടകള്ളന്മാരെ പോലെ ഉറക്കമാണെന്നറിഞ്ഞു പോകുന്ന ഒരു നേരത്ത് പൊന്നാരങ്കരിൻകുട്ടിയും മായവർജാത്തന്മാരും നിന്നരുളി ചെയ്തു. നമ്മളിവിടെ വന്നത് നമ്മളുടെ ശക്തി ബുദ്ധി വിലക്കരുത്തെന്തെന്ന് അച്ഛനെ നമ്മൾ വിളിക്കാതെ കണ്ടൊന്നറിയിക്കണം. ഇതിനെ കേൾക്കുമ്പോ മായവർജാത്തന്മാരവരായിരിക്കുന്നല്ലോ. കള്ളച്ചൂള വിളിക്കുന്നു, കള്ള ഞൊടികളൊക്കെ ഞൊടിച്ച്
ചെട്ടിയാരുടെ മണ്ണത്തു സ്വാമി കോമരത്തിന് എന്റെ പുന്നാരങ്ങാരി കുട്ടിയുടെ വന്ദനം. എന്താ എന്താ പോരാ? ഞാൻ എന്താ നമ്മോട് ബോധിപ്പിക്കാനുള്ള സത്യമായ വഴികൾ അവിടെ തെളിയിക്കണം. ഉണ്ണേ, നാം ആദ്യമേ തന്നെ ഏർപ്പാട് ചെയ്തിരുന്നു. എന്ത്? 3-ാം വർഷ ആണ്ടിക്കോളാണ് ഉണ്ണികൾക്ക് ഗണിച്ചിരിക്കുന്നതെന്ന്. ഇല്ല, ഈ 3-ാം വർഷ ആണ്ടിക്കോളാണ് ഉണ്ണികളുടെ തറവാട്ടിങ്കല് ഗണിച്ചു വച്ചിരിക്കുന്നത്. ഇതോടുകൂടി മംഗല്യങ്ങളും സന്താന സൗഭാഗ്യങ്ങളും ഉടനെ തന്നെ കാണാം. എന്താ പോരെ? ഇത് എന്റെ വാക്കാണ്. എന്താ ഉണ്ണി, അഷ്ടമംഗല പ്രശ്നം ഉണ്ണികൾക്കാണ്, നമുക്കല്ല. അത് നാം അന്നേ കൽപ്പന തന്നിരുന്നു ഉണ്ണികൾക്ക്. മാസപൂജ ദിനം നാം ആടിയെത്തുന്ന നാം വാക്ക് തന്നിരുന്നു. നാം അത് തെറ്റിച്ചിട്ടുണ്ടോ? ഉണ്ണികളാണ് വരാത്തത്. അത് നാം പിഴയില്ല. അതിന് മനസ്സിലായോ ഉണ്ണി? എത്ര ഉണ്ണികളുണ്ട് എന്റെ കൂടെ എന്ന് എനിക്ക് നന്നായി അറിയാം. നാം പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ണികളോട് പാലിച്ചിട്ടുണ്ട്. മുത്തപ്പൻ ചൈതന്യം കൊണ്ടുവരുന്നു പറഞ്ഞിരുന്നു. സാന്നിധ്യം നാം കാട്ടി തന്നില്ലേ? ഇല്ലെന്നുണ്ടോ? കണ്ണിന് കാണുന്ന കാഴ്ചകള് ഉണ്ണികൾക്ക് വിശ്വസിച്ചുകൂടാ. ഉണ്ണികളുടെ നേത്രത്തിന്റെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങള് ആ ദർശന പുണ്യം കൊണ്ട് ഉണ്ണികൾക്ക് അത് തന്നെയാണ് ഉണ്ണി നാം പറഞ്ഞിരുന്നത്. എന്താ അത് നടന്നില്ലേ? ഇനി എന്താ ഇവിടെ വരുന്ന ഉണ്ണികള് നാം സന്നിധിയില് അപേക്ഷ വെച്ചിട്ട് നാം അത് സ്വീകരിക്കാത്തതുണ്ടോ ഉണ്ണികളെ? എത്ര ഉണ്ണികൾക്ക് നാം വന്നിട്ട് കാര്യസാധ്യത ഇല്ലാതിരുന്നുണ്ട്. ആ ഉണ്ണികളൊന്ന് നമ്മോട് വന്ന് പറയാ, പറഞ്ഞോളൂ. നാം ഇല്ലെന്ന് ഏതുണ്ണികൾക്കാ ഇവിടെ ധാരണ? നാം നേരിട്ട് കാട്ടിക്കൊടുക്കാം. എന്താ ഭയപ്പെടും ഉണ്ണികള്? മനസ്സിലായോ ഉണ്ണി? നാം ആരാണെന്നാ വിചാരിച്ച? സാക്ഷാൽ നല്ലച്ചമ്മകൻ ശ്രീ പുന്നാരങ്ങരും കുട്ടിയാണ് ഞാൻ. നാം മറ്റു മൂർത്തികളെ പോലെയല്ല ഉണ്ണി. നമുക്ക് ഇത്തിരി ഉദ്രവമാണ്. എത്ര ദർശനത്തിലുള്ളത് ഉണ്ണികൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വരാത്ത ഉണ്ണികളോട് വന്നിട്ടില്ല എന്ന് ഉണ്ണികൾക്ക് പറയാൻ പറ്റുമോ? ഈ സന്നിധിയിലേക്ക് കടക്കാത്ത ഉണ്ണികളായിരുന്നു. ഇപ്പൊ വന്നില്ലേ? ഓരോ അനുഭവങ്ങളും നാം അങ്ങ് കൊടുക്കും. എന്നിട്ടും പിടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മെ രൗദ്രഭാവം നാം എടുക്കും. ഉണ്ണികള് താങ്ങില്ല. മനസ്സിലായോ ഉണ്ണി? ഉണ്ണി, നാം ഒരവസരം തന്നു ഉണ്ണി. അറിവ് കൂടിയിട്ടാ ഉണ്ണി. അറിവില്ലാതെയല്ല, എല്ലാം അറിയുന്ന നാട്യഭാവാണ്. നമ്മോട് പറയരുത് ഉണ്ണി, നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല കോമരം, നാം ഒന്ന് ചോദിക്കട്ടെ കോമരത്തോട്. മൂത്ത സന്താനത്തെ പറ്റി കോമരപ്പം നമ്മോട് പറഞ്ഞു. സന്താനത്തിന് അറിവില്ലാണ്ടാണ് ഉണ്ണി. ഇത് തന്നെയല്ലേ നിഷേധിച്ചറിഞ്ഞല്ലേ? അത് തന്നെയല്ലേ നാം ഇപ്പൊ പറഞ്ഞത് ഉണ്ണി. ഇത് തന്നെയാണ് ഇവിടുത്തെ ഉണ്ണികൾക്ക്. ഇന്ന് നാം കാലത്ത് പുലർവേളയിൽ നാം കൽപ്പന ചൊല്ലിയത് എന്താ? ഈ ഉണ്ണിയെ പറ്റിയല്ലേ? നാം സന്നിധിയില് ആദ്യമായാണ് ആ ഉണ്ണി വന്നിരിക്കുന്നത്. ഉണ്ണികളെ വഴി നടത്തേണ്ട കാരണസ്ഥാനമാണ്. ആണല്ലേ? നാം പറഞ്ഞതിൽ തെറ്റുണ്ടോ? നാം പറഞ്ഞതിൽ തെറ്റുണ്ടോ ഉണ്ണി? ഇത് തന്നെയാണ്. അപ്പൊ എല്ലാം അറിഞ്ഞെന്ന ഭാവമാണ്. എന്താ അപ്പൊ ഇങ്ങോട്ട് എന്നെ തേടി വന്നേ? വരുത്തു ഞാൻ. ഉണ്ണികളാണ് എന്നെ ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. സംരക്ഷണ വലയാണ് ഉണ്ണികൾക്ക് തീർത്തിരിക്കുന്നത്. ഉണ്ണികൾ ഒരു കാര്യം മനസ്സിലാക്കുക. എല്ലാ ഉണ്ണികളും വന്നിട്ട് നമ്മോട് ബോധിച്ച ഒരു പ്രശ്നപരിഹാരം നാം അന്നേ പറഞ്ഞിരുന്ന ഒരു മൂന്നാമനെ കണ്ട് പ്രശ്നപരിഹാരം നടത്തിക്കൊള്ളാൻ. ആണോ? ഉണ്ട് ഉണ്ണി. ഉണ്ണികൾക്ക് നാം ഒരു സമയം നിശ്ചയിച്ചു തന്നു. ഉണ്ണികളാണ് അതിൽ നടക്കുക. ഉണ്ണികളെ തീരുമാനിക്കണ്ടേ? നാം അന്നും പറഞ്ഞിരുന്നു 5 പേരിലും കൂട്ടിപ്പിടിച്ചെന്താ ഉണ്ണി? ആ 10 പേരിലും കൂട്ടിപ്പിടിച്ച ഇതിനർത്ഥം എന്താ?
എല്ലാ ഉണ്ണികളോടും കൂടി ഒത്തൊരുമയോടും കൂടി പ്രവർത്തിച്ച് നടക്കാത്തൊന്നുമില്ല. അതെല്ലാ സന്നിധിയിലും അങ്ങനെയാണ്. ഒരു മൂർത്തികൾക്ക് ഉണ്ണികൾ ഉണ്ടെങ്കിലേ മൂർത്തികളുള്ള ഉണ്ണി അല്ലേ? ആ ഉണ്ണികളിലൂടെയാണ് ഓരോ ഉണ്ണികള് ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. ഒരു നിവേദ്യം അർപ്പിക്കുന്നുണ്ട്. ഉണ്ണികളല്ല നമുക്ക് കൂട്ടി തരുന്നത്. നല്ലച്ഛൻ നല്ലമ്മ ഇല്ലേ? ഉണ്ണികൾ കണ്ടുണ്ടോ? കോമരത്തെ അല്ല, കോമരത്തിനെല്ലാം കാട്ടി തന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിന്റെ ഉടയൊന്നാം തന്നെയാണ്. എത്ര ഉണ്ണികൾ ഇവിടെ നല്ലച്ഛൻ സാന്നിധ്യം നല്ലമ്മ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. കാണാത്ത ഒരു ശക്തിയല്ല ഉണ്ണികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താ? അപ്പൊ നാം എങ്ങനെയാ ഇവിടെ നല്ലമ്മ എഴുന്നള്ളുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് കോമരസ്ഥാനത്തിലൂടെ നാം എഴുന്നള്ളിലോട്ട് വന്നിട്ടും ഉണ്ണികൾക്ക് ഇത് ഞാൻ തന്നെയാണോ എന്നുള്ള സംശയമാണ്. 10 ഉണ്ണികൾ ഉണ്ടെങ്കിൽ 5 ഉണ്ണികൾ വേറിട്ടാ നിൽക്കുന്നത്. ഞാൻ കൊണ്ടുവരും ആ കർമ്മദുഃഖം. കോമരാം, ആ കർമ്മദുഃഖം ഉണ്ണികളെ ഏറ്റെടുക്കേണ്ടി വരും. ഇന്നത്തെ കാര്യം തന്നെ നോക്കുണ്ണി. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടക്കലാശമാണ് ഇന്ന് നടന്നത്. എത്ര ഉണ്ണികൾ എന്റെ സന്നിധിയിൽ മനം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഉണ്ണികളോട് വന്ന് നിൽക്കുമ്പോ നാം അവിടെ മൂർത്തിഭാവമുണ്ട്. അവിടെ പൂർണ്ണതയാണ് ഉണ്ണി. നാം അന്നേ പറഞ്ഞിരുന്നു കോമരത്തിന്റെ വസതിയിലെ നാം കൽപ്പനയ്ക്ക് വരും. വന്നിട്ടില്ലേ? ഇവിടെ മൂർത്തി സങ്കല്പമാണ് എനിക്ക്, പൂർണ്ണതയാണ്. നാം ഇവിടെ ആടി എത്തി ചെലമ്പാട്ടം നാം നടത്തും. ഉണ്ണി ഒന്നിലും ഉറച്ചു നിൽക്കില്ല ആണല്ല, അത് നമുക്കറിയാം. നാം അമ്മേ ഉണ്ണിയോട് ദർശനം തന്നിരുന്നു. അതിലൊരുപാട് ഇവിടെ തന്നിരുന്നില്ലേ? അത് തന്നെയാണ് ഇപ്പോഴും. ഉണ്ണിക്ക് ഒരു ചാചാട്ടമാണ്. ആ കർമ്മത്തിലൂടെ പോലും ആ മൂർത്തി ഭാവത്തിൽ വിളങ്ങണ്ടെന്ന് നാം പറയില്ല. അതൊരിക്കലും നാം പറയില്ല. നാം സന്നിധിയിൽ ഇവിടെ ഉണ്ടോ, ഇവിടെ ഇറങ്ങിയ ആടുണ്ട്. നാം അത് മനസ്സിലാക്കി കൊള്ളുക. ആയിക്കോട്ടെ. എന്താ ഇനി പെണ്ണുണ്ണികൾക്ക് നമ്മോട് പറയാനുള്ളത് പറഞ്ഞുകൊള്ളുക. ഓ ആയിക്കൊള്ളട്ടെ. സന്തോഷം. അതുപോലെ ഇനി എന്താണ് നാം കൽപ്പന തരേണ്ടത് ഉണ്ണികൾക്ക്? ആയിക്കൊള്ളട്ടെ. ഉണ്ണിയുടെ പെണ്ണുണ്ണിയുടെ ഒരു മനപ്രയാസം വിഷമ ഉണ്ണി നമ്മോട് ബോധിപ്പിച്ചിട്ടുണ്ടോ? സഹോദരസ്ഥാനം കൊണ്ട് ബോധിപ്പിച്ചിട്ടുണ്ടോ? ആ പടപതി സ്ഥാനിക്കലേ അതവിടെ സംഭവിക്കാത്ത ഉണ്ണികൾക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഒന്ന് കൊണ്ട് കളയാൻ പറ്റുമോ? പറ്റൂ ഉണ്ണി? ഉണ്ണികൾക്ക് എന്താ തോന്നുന്നത്? അത് കാണാം. കാത്തിരുന്ന് കണ്ടോളൂ എന്താ അവിടെ സംഭവിക്കുന്നത്. ചില്ലറയെന്നല്ല അവിടെ. അത് കണ്ടുകൊള്ളുക. കാത്തിരുന്ന് കാണാൻ ഉടനെ തന്നെ അതിനൊരു ഉത്തരം അവിടെ നിന്ന് തന്നെ വന്നുകൊള്ളൂ. മനസ്സിലായോ? നമുക്ക് ഇത്രയേ കൽപ്പന തരാൻ പറ്റുണ്ണി. അവിടെ മൂർത്തി സങ്കല്പങ്ങളുണ്ട്. അവിടെയാണ് അത് കിടക്കുന്നത്. മനസ്സിലായോ ഉണ്ണിക്ക്? ആയിക്കൊള്ളട്ടെ. ഈ ഒരു ചടങ്ങിനെ കുറിച്ച് എന്താണ്? ചടങ്ങിനെ കുറിച്ച് ഭംഗിയായിട്ട് നടന്നു. ഇനി ഇതേപോലെ എല്ലാ പ്രാവശ്യവും ഭംഗിയായിട്ട് നടക്കണം. അത്ര തന്നെ. നമ്മുടെ തറവാട്ടിലത്തെ എല്ലാവരും നല്ല സഹകരിച്ചിട്ട് നല്ല ഇതായിട്ട് പോയിട്ടു. അതെന്താ പരിപാടിയൊക്കെ നല്ല രീതിയിലായി അല്ലേ? ഈ ഒരു ചടങ്ങിനെ കുറിച്ച് എന്താണ് ഇതിനെ പറയാനുള്ളത്? ഇതിനെ പറയാനുള്ളത് നല്ലൊരു കാര്യമാണ്. ഇത് നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള അനുമതികൾ ഉണ്ടാവണം. എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. അത്ര തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തറവാട്ടിലെ ആളുകൾക്കൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണോ വിശ്വാസം? വിശ്വാസം അനുഭവങ്ങളുണ്ട്. ഇതിപ്പോ എത്രാമത്തെ വർഷത്തെയാണ് പരിപാടി? ഇതിപ്പോ 3-ാമത്തെ വർഷം. ഈ 3-ാമത്തെ വർഷത്തിനുള്ളിൽ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ നടന്നുണ്ട്. തറവാട്ടില് ഐശ്വര്യങ്ങളുണ്ടായിട്ടുണ്ട്. കൂടി വരികയല്ലേ. കരിക്കുട്ടി സ്വാമി. എനിക്ക് ഇവിടെ തമിഴ് പുറത്തുണ്ട്. വിശ്വാസമാണ് എല്ലാ കാര്യം. നല്ല പിടുത്തം പിടുത്തം നേരത്തെ നീ വന്നെടുക്കുന്നില്ല.
പിടിച്ചിരിക്കുന്നതാണ്. ക്യാമറ നമ്മളുണ്ടാവില്ല. എല്ലാരും കാണിക്കണം. വെച്ചിട്ടത് ഞാനൊന്ന് നോക്കിയോ ഒന്നിങ്ങനെ തലേന്ന് വെട്ടിക്ക് എല്ലാരും പൊട്ടി കഴിക്കുന്നവരും നോക്കിയിരിക്കണ്ടേ. ആ ഭക്ഷണം കഴിക്കുന്നവരെ കാണിക്കട്ടെ. അതന്നെ ഇതൊക്കെ എല്ലാരും കാണും. ടിവിയില് കാണാൻ തരും. അങ്ങനെ പറയല കുഴച്ചടിച്ചത് കണ്ടേ. എങ്ങനെ തീർന്നു പപ്പടം കടിക്കുന്നതാ. ഒരു കടി അടിച്ച നോക്കിട്ട് ചിരി ഇവരൊന്നും ഓർമ്മയില്ലാന്ന്. വെടിയിൽ കാണൂട്ടോ. കഴിക്കില്ല. കണം കഴിയൂരത്തില് വീണ ഇത് വന്ന ഇത് പറയാ എന്താ അങ്ങനെ കൂട്ടി തിരുമ്പി കഴിക്കോ. ഇന്നത്തെ പരിപാടികൾ തറവാട്ടിലെ എല്ലാ മക്കളും നല്ല രീതിയിൽ ഇത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ ദർശനത്തിൽ വിശേഷം എല്ലാവർക്കും മതിമറന്നുള്ള വിശ്വാസമായി. അതിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൊല്ലം 3-ാം കൊല്ലം നാം ഒരാളെയും കൂടി കോമരത്തിനെ തരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് മംഗളകർമ്മമായിട്ട് ഇത് കൈക്കൊണ്ടു എല്ലാവർക്കും പൂർണ്ണതയായി. ഇനി അടുത്ത കൊല്ലം ഇതിലും ഗംഭീരമായിട്ട് എല്ലാവരും സഹകരിച്ച് ഭംഗിയായിട്ട് പോകണം. അതിനിടയ്ക്ക് അഷ്ടമംഗല്യ പ്രശ്നം വെച്ചിട്ടുണ്ട്. തറവാട്ടിലുള്ള എല്ലാ മക്കളും അതിനെ ഹോമിച്ച് വളരെയധികം ഭംഗിയായിട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസം നമ്മുടെ മരണം വരെ നമ്മൾ വിളക്ക് വയ്ക്കാനും ഈ കാര്യങ്ങൾ ചെയ്യാനും നിലനിർത്തി പോകുന്നു.